എനിക്കങ്ങനെ VIP-കളെ കുറിച്ച് പറയാൻ അറിയില്ല. കാരണം എന്നോട് അതൊന്നും അനന്തു പറഞ്ഞിട്ടില്ല. പക്ഷേ 5 സ്റ്റാഫ് ഇരിക്കലെ അനന്തു സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞ പേരുകളിൽ ഒന്ന് ഈ എന്താണ് പ്രിന്റർ ഷോപ്പ് നവകേരള സഭയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന 7 ലക്ഷം രൂപ പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യയ്ക്കുള്ളതാണ് എന്ന് അക്കൗണ്ടിൽ കാണാമെന്ന് അനന്ത് പോലീസിനോട് പറയുന്നത് സ്റ്റാഫ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വേണ്ടി അനന്ത് പണം നൽകിയെന്നാണോ? അതെ, എന്നാണ് അക്കൗണ്ടിൽ കൂടെ കാണുന്നതെന്ന് അക്കൗണ്ടന്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇപ്പോഴാണ് ട്ടാ, മുമ്പൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അനന്തവും പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നവകേരള സദസ്സിന് ഞാൻ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് അനന്ത് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയി കണ്ടില്ല. ഇതൊക്കെ പറയുന്നത് നവംബർ മാസത്തിലാണ്, ഈ കേസുകളുടെ ആരംഭത്തിന്റെ നവംബർ മാസത്തിലാണ് ഇതെല്ലാം പറയുന്നത്. അതേപോലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആനന്ദകുമാറിന് അക്കൗണ്ട് വഴി പൈസ കൊടുത്തിട്ടുണ്ട്. ആനന്ദകുമാർ ഓരോ വണ്ടിയും വാങ്ങുന്നതിന് വേണ്ടി ഫെസിലിറ്റേഷൻ ഫീസ് എന്നും പറഞ്ഞ് 2000, 3000, 5000 അങ്ങനെ ഓരോ വണ്ടിയുടെയും കണക്കിൽ ആനന്ദകുമാറിന്റെ സത്യസായി ട്രസ്റ്റിലേക്ക് പണം ഇട്ട് കൊടുക്കണമെന്ന് ആനന്ദകുമാർ നിർബന്ധിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ലീഗൽ എഗ്രിമെന്റ് ഇല്ലാതെ ഒരാൾക്ക് പോലും 1 രൂപ പോലും കൊടുത്തു പോകരുത്. ഇത് നാട്ടുകാരുടെ പൈസയാണ്, കണക്ക് പറയേണ്ടതാണ്. ഒരൊറ്റ രൂപ പോലും ലീഗൽ എഗ്രിമെന്റ് ഇല്ലാണ്ട് ചെയ്യരുത്. അങ്ങനെ വേണമെങ്കിൽ സത്യസായി ട്രസ്റ്റുമായി എഗ്രിമെന്റ് വെക്ക് എന്ന് ഞാൻ ഉപദേശിച്ചിരുന്നു. അതുകൊണ്ട് അനന്തു അത് ചെയ്തില്ല. പക്ഷെ ആനന്ദകുമാർ അനന്തുവിന്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപയോളം വാങ്ങി എന്ന് അക്കൗണ്ടിലുണ്ടെന്ന് അക്കൗണ്ടന്റ് പറയുന്നുണ്ട്. അത് സത്യസായി ട്രസ്റ്റിന്റെ മെയിന്റനൻസിനായിരുന്നെന്നും പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾക്കായിരുന്നെന്നും ഒക്കെ അക്കൗണ്ടന്റ് പറയുന്നുണ്ട്. പിന്നെ എന്നോട് ഇവര് പറഞ്ഞൊരു കാര്യം, ഈ ടെക്നോ പാർക്കിലെ പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് അനന്ത് തയ്യാറാക്കി കൊടുത്തതാ. അതിനെ അനന്തകുമാറിന്റെ കൂടെ ഈ ഉദ്യോഗസ്ഥന്മാരെ കാണാനും ഗവൺമെന്റിലേക്കും കേന്ദ്ര ഗവൺമെന്റിലേക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഒക്കെ പോയ ആള് അനന്തുവാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും. ആനന്ദകുമാർ രക്ഷപ്പെടാൻ പറ്റൂല. ആനന്ദകുമാറിന് തെറ്റുകളുണ്ട്. ആനന്ദകുമാർ ഇപ്പോഴും ട്രസ്റ്റിന്റെ ചെയർപേഴ്സണാണ്. ബേബി ചീഫ് സെക്രട്ടറി ആയിരുന്ന എബ്രഹാമിന്റെ ബന്ധു ബേബി അങ്ങേരുടെ സംഘടനയ്ക്ക് കോടികളുടെ ബിസിനസ്സാണ് പോയിട്ടുള്ളത്. അതേപോലെ ഒരു കൊച്ചനിയൻ എന്ന് വിളിക്കുന്ന ഒരു ജോൺ ഉണ്ട്, മാർക്സിസ്റ്റുകാരൻ, ഇവരുടെ ട്രസ്റ്റിന്റെ മെമ്പറാണ്. പിന്നെ ജയൻ എന്ന് പറയുന്ന SC/ST ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടേറിയറ്റിലുള്ള ഓഫീസറായിരുന്നോ ജില്ലാ ഓഫീസറായിരുന്നോ എന്നറിയില്ല. എന്താണെങ്കിലും ഒരു ജയനുണ്ട്, പിന്നെ ഒരു പ്രസാദുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ അകത്തുണ്ട്. KM എബ്രഹാമുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾക്ക് ഉള്ള? അതായത് ഒക്ടോബർ 3-ാം തീയതിയാണ് മൂവാറ്റുപുഴ CI അനന്തുവിന്റെ ഇയാട്ടുമുക്കിലെ ബാങ്കിലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് 5-ാം തീയതിയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അനന്തുവിന് വേണ്ടി സംസാരിക്കാൻ പോകുന്നത്. അവിടെ SI ആണ് അനന്തുവിന്റെ ബാങ്കിലെ അക്കൗണ്ടിന്റെ ക്രമക്കേടുകളെ കുറിച്ച് ജീവിതത്തിൽ ആദ്യമായി എന്നോട് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് അനന്തിനോട് സംസാരിച്ച് പലതും ചോദിച്ചെങ്കിലും അനന്തു അപ്പോഴും NGO കോൺഫെഡറേഷന്റെ ആളുകളുമായി ഡിസ്കസ് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ NGO കോൺഫെഡറേഷന്റെ ആളുകളായ ബീന സെബാസ്റ്റ്യനും ഈ അനന്തു കൃഷ്ണനും ഈ പറഞ്ഞ കൊച്ചനിയൻ എന്ന് പറയുന്ന ജോണും പിന്നെ ബേബിയും എല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് പോയിട്ട് ബേബിയുടെ ബന്ധുവാണ് ചീഫ് സെക്രട്ടറി ആയിരുന്ന എബ്രഹാമിനെ കൊണ്ട് DIGയുടെ ഓഫീസിൽ വിളിപ്പിച്ച് റെക്കമെൻഡ് ചെയ്തിട്ടാണ് അപ്പോയിന്റ്മെന്റ് എടുത്തത്. എന്നിട്ടാണ് ഇവര് പോയി DIGയെ കണ്ടത്. ഈ ഒക്ടോബർ മുതൽ ഡിസംബർ 31 വരെ ഇവരെല്ലാവരും ഈ ഓരോ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങി. സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാനും അവിടെ പോയി സംസാരിക്കാനും ഒക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കാനും ഒക്കെ ഇദ്ദേഹം സഹായിച്ചു എന്നാണ് പറയുന്നത്. KM എബ്രഹാം സഹായിച്ചു. അതെ, അദ്ദേഹമാണല്ലോ DIGയുടെ ഓഫീസിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്. എന്നിട്ടാണല്ലോ ഇവര് പോയത്. അത് കഴിഞ്ഞ് SP-ക്ക് ഡയറക്ഷൻ കിട്ടി, SP-യുടെ ഓഫീസിൽ പോയി, CIയുടെ ഓഫീസിൽ പോയി. ഈ 5 മാസം ഉണ്ടായിട്ടും ഈ NGO കോൺഫെഡറേഷനിലെ ആർക്കും ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ ശ്രമിച്ചില്ല.